ജോമോന്റെ വീട്ടിലേക്കല്ലേ പോവാ? എടാ ബാബാ പേടിക്കേണ്ട കാര്യമായിരിക്കില്ല. എന്റെ മോളുടെ കാര്യമാണ് എനിക്ക് ചോദിക്കണം. ടീഷർട്ട് ഇറങ്ങിയല്ലോ കമലഹാസൻ പ്രേമിക്കാനായിട്ട്. നിന്നെ ഞാൻ ഈ അയൽവക്കത്ത് കിടന്നോണ്ട് എന്റെ കൊച്ചോട് നീ ചെറ്റത്തരം കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്കിള് 15 വയസ്സാവുന്ന കൊച്ചിന് ആ കൊച്ചിനെ തന്നെ നിനക്ക് പ്രേമിക്കണം അല്ലടാ. ഞാനൊരു കേസ് കൊടുത്താണല്ലോ ജീവിതകാലം മുഴുവൻ ഞാൻ പുറലോകം കാണിച്ചത് നീ അറിയോ? പ്രേമരോഗി എന്നാ പ്രശ്നം? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമുക്ക് വേണ്ട. എന്തിനകത്തിന് സംസാരിക്കുന്നത്? ഇവിടെ നിന്ന് തന്നെ സംസാരിക്കും. തന്റെ മോന്റെ തനി സ്വഭാവം നാട്ടുകാർ അറിയട്ടോ. ഇവിടെ ട്യൂഷൻ പഠിക്കാമെന്ന് കൊച്ചില്ലേ? ആ കൊച്ചിനെ തന്നെ മോനില്ലേ ഈ കാപ്പിരി ഇവക്കേറി പ്രേമിച്ചോ? 15 വയസ്സ് പോലും ആയിട്ടില്ല എന്റെ കൊച്ചിനെ അറിയുവോ? ചാച്ചയാള് വെറുതെ പറയുന്നത് ഈ കൊച്ചിനടുത്ത് മിണ്ടിട്ടോ? എന്തൊരു നുണയിച്ചൊക്കെ പറയുന്നത് നോക്കിയ നോക്ക്. ഇതാരുടെ പടവാ? എന്റെ മോള് വരച്ചതാ. ഇവന്റെ ഈ ഓഞ്ഞ മോന്ത വരച്ചു വെച്ചിട്ട് എന്റെ മോള് എഴുതി വെച്ചിരിക്കുന്നു. നോക്കിയേ മൈ ലവ് ഒന്ന്. അവിടെ ഒരു മൈ ലവ് അവള് വരച്ചേ. ഞാനും തരാം. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ വരച്ചേ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊച്ചിനടുത്ത് മിണ്ടിട്ടോ തോന്നിയ നീ മിണ്ടരുത്. സജിമോൻ പറ. ആ ഫോണിങ് വന്നേ. നീ മിണ്ടിട്ടില്ലല്ലേ? കാണിച്ചു തരടാ. ലോക്ക് തുറന്നു അടി. നീ ഇവളോട് മിണ്ടിട്ടില്ലെങ്കിൽ നീ ഇത് പിന്നെ ആരോട് സംസാരിച്ചാടാ? പറയടാ. ഇത് കണ്ടോ ലവ് ചിഹ്നം 15 വയസ്സുള്ള കൊച്ചിനോടാണേ. നിനക്കപ്പോ ഒന്ന് പറയടാ. എന്റെ പൊന്നേച്ച ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കൊച്ചാന്നും പറഞ്ഞിട്ട് എന്റെ അടുത്ത് മെസ്സേജ് അയച്ചു. എനിക്ക് ഇതിന്റെ അടുത്ത് പ്രേമൊന്നുമില്ല. ഇത് ചുമ്മാ പറയുന്നേ. അമ്മയ്ക്ക് എല്ലാം അറിയാലോ. പറഞ്ഞു കൊടുക്കുമ്പോ വെറുതെ നീ റൂട്ട് മാറ്റി വിടുകയാണല്ലേ? ഇനി എന്റെ ചെറുക്കിന്റെ ദേഹത്തോട്ടാ എന്റെ സ്വഭാവം മാറും. നീ സമാധാനപ്പെടേ. നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. മോളിങ് വന്നേ. മോളാണോ ഈ പറഞ്ഞ എന്നാടിയത്? ക്യാപ്റ്റൻ മാർവൽ. ആ സാധനം. മോള് ബാംഗ്ലൂർ പഠിക്കാന്നാണോ ഇവനോട് പറഞ്ഞേ? എന്തിനാ മോള് കള്ളം പറഞ്ഞേ? മോള് പേടിക്കണ്ട, പറഞ്ഞോ. അത് പിന്നെ ഞാൻ ശരിക്കും ആരാന്ന് പറഞ്ഞ ജോമോന്റെ അടുത്ത് മിണ്ടില്ലാന്ന് വിചാരിച്ചിട്ടാ. നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ഇഷ്ടമൊന്നുമില്ല. അവള് പറയട്ടെ സജിമോനെ. മോള് പറഞ്ഞോ. അല്ലെന്നങ്ങോട്ട് പറയടി. കുറച്ചൊക്കെ. അപ്പോ നീയാണോ ആ ലവ് ലെറ്റർ വെച്ചേ? അയ്യോ, അത് ലവ് ലെറ്റർ ഒന്നുമല്ല. അത് റൂമിന്ന് പറഞ്ഞ ഒരാളുടെ കവിതയാ. അന്ന് നവിതേച്ചിക്ക് ജോ കൊടുത്ത ബുക്കിന്റെ അകത്തൊരു ലെറ്റർ ഞാൻ കണ്ടപ്പം ഇത് എനിക്കൊരു കൊച്ചു തന്നാ ഒരിക്കലേ ഇപ്പൊ ഒന്നുമില്ലാട്ടോ. പക്ഷെ ഞാൻ കൈയക്ഷരമൊക്കെ നോക്കിയായിരുന്നല്ലോ. അത് പിന്നെ ചേച്ചി ഞാൻ 2 കൈ കൊണ്ട് എഴുതും. 2 കൈ കൊണ്ട് എഴുതും? എന്റെ സജി പറഞ്ഞു കേട്ടിടത്തോളം നിന്റെ കൊച്ചിന്റെ അല്ലേ കുഴപ്പം മുഴുവൻ. പോലീസിൽ പോയാൽ നീയേ കൊടുങ്ങുള്ളൂ. ഇവനൊരു മണ്ടനായതുകൊണ്ട് നിന്റെ കൊച്ചേതായാലും രക്ഷപ്പെട്ടു. പിന്നെ ഇവനെ നീ അടിച്ച അടി അത് ഞാൻ ഒരുപാട് നാളായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഒന്നായിട്ട് കൂട്ടിക്കോളാം. കെട്ടികളെ നമ്മളാരും വിളിച്ചോണ്ട് വീട്ടിൽ പോ. പിന്നെ സജിമോനെ ഇതോടെ എല്ലാം അങ്ങ് തീർന്നേക്കണം. ചെല്ലേ. നീ വീട്ടിലോട്ട് പോ കേട്ടോടി. മക്കളെ വളർത്തി ഉണ്ടാക്കി. ഇന്ദു മോളെ അച്ഛൻ അടി വല്ലതും തന്നായിരുന്നോ? അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ 1-2 എണ്ണം കിട്ടിയെന്നിരിക്കും. അതിപ്പോ എന്റെ മോളാണെങ്കിലും ഞാൻ കൊടുക്കും. ചെല്ലേ പോയി 1-2 എണ്ണം മേടിച്ചോ. പിന്നെ ട്യൂഷൻ ഇവിടുത്തെ നിർത്തുമൊന്നും വേണ്ട കേട്ടോ. ഞാൻ വരാം. ഈ അസംബ്ലി പിരിച്ചുവിട്ടിരിക്കുന്നു. വില്ലുകുട്ടി ഒരു കിടക്കാപ്പിക്ക് എടുത്തേ. എടാ നിങ്ങളെന്തിനാ നിൽക്കുന്നേ? വീട്ടിൽ പോടാ. പോടാ. അതെ മാസ്ക് വെച്ചിട്ട് പോടാ. കൊച്ചേ എന്നാടി ക്യാപ്റ്റൻ മാർവൽ? അത് സൂപ്പർമാൻ പോലത്തെ ഒരു പെണ്ണ ചാച്ച. ഇവളും സൂപ്പർ പെണ്ണ.
ചാച്ചൻ ലാലു ലക്സും രഞ്ജി പണിക്കരൊന്നും ആവൂല എന്ന് പറഞ്ഞിട്ട് ആ ഇങ്ങനെ പോയാൽ ചിലപ്പോ ഞാൻ സുരേഷ് ഗോപി വരെ ആവും. പോലീസ് ഒന്നും വരാൻ പോണില്ല, എല്ലാം സേഫാണ്. നീ വേഗം ബാഗ് എടുത്ത് അകത്ത് കയറിക്കോ. ഓക്കെ? കാലത്ത് മിടുക്കി പെണ്ണെ അടുത്തു വന്നവളാരാണ്? അടുത്തു വന്നവള on the floor baby hit it hard baby rock the party baby വേണം വേണ്ട. സാറിലടാ ചേച്ചേരാ, നിനക്ക് കുറെ ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ ക്യാപ്റ്റൻ മാർവലൊക്കെ. ജോമോനെ ഞാൻ മതിതാ ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. സാറിലടാ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. ജോമോനെ ഇങ്ങോട്ട് നോക്ക്. 10-18 കൊല്ലായില്ലടാ നമ്മൾ ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്നും കാണുന്നുമുണ്ട്. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി ചോദിച്ചൂടെ? അല്ലാണ്ട് കണ്ടവനെ പോയി തോണ്ടിയിട്ട് അവന്റെ ഇടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കത്ത് കിട്ടിയ നീ നാട് മുഴുവൻ നടന്ന് നീ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയത്. ക്യാപ്റ്റൻ മാർവൽ. അല്ല ജോമോനെ, എനിക്കൊരാളെ പ്രേമിക്കാനൊന്നും പാടില്ലേ? ഞാനൊരാളെ പ്രേമിച്ച എന്താ കുഴപ്പം? കുഴപ്പമില്ല. കുഴപ്പമില്ലേ? എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. രഹസ്യ, എനിക്കൊരാളെ ഇഷ്ട. എനിക്കൊരു കാമുകനുണ്ട്. നീ ആരോട് പറയണ്ട. എനിക്ക് അപ്പോഴേ അറിയാം ഇതാ കൊച്ചായിരിക്കും. എന്റെ പൊന്നെ ബി, നീ ചുമ്മാ തള്ളല്ലേ. നീ ആ കൊച്ചിനെ നോക്കിയിട്ട് പോലും ഇല്ലാന്ന് എനിക്കറിയാം. ക്യാപ്റ്റൻ മാർവല് ഹിന്ദു കൊള്ളാം, പിടിക്കുക. ഇനി ഞാൻ പ്രത്യേകം നോക്കും. എടാ എന്താടാ ഞാനിനി എങ്ങനെ വീട്ടിൽ പോടാ? എന്തോ പറ്റിയടാ? പ്രശ്നം മുഴുവൻ സോൾവ് ആയില്ലേ? അതല്ല, ആ പെറ്റമാമ വീട്ടിൽ പോയി പറഞ്ഞാണ് ഞാൻ സിഗരറ്റ് വലിച്ച കാര്യം. എന്റെ അമ്മ എന്നെ തല്ലിക്കൊല്ലും. എന്തേലും പറയടാ. വിട്ടാലോ ട്രിപ്പ് അടിമാലിക്ക്?